എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ സാറയുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും മീറ്റ്സുകയെ തേടി ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൊറൂട്ടോ പറയും, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. സാറയുടെ ടെൻഷൻ ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ടിൽ ഒരുപാട് ചുനിയൻസ് ഉണ്ടാകുമോ എന്നതാണ്. ഒറോച്ചിമാറുവിന്റെ ചുനിയൻസ് അവർക്ക് ശരിക്കും നല്ല പവർ ഉണ്ടാവും. അവരുടെ കയ്യിൽ പെട്ടുപോയ നമ്മുടെ കാര്യം അതോ ഗതി. മാത്രമല്ല, നിന്റെ കയ്യിൽ മീറ്റ്സുകയുടെ ആ ഒരു പാമ്പുണ്ട്. ഒരുപക്ഷെ ഒറോച്ചിമാറോ അവന്റെ ശിങ്കടികളോ അവരാരെങ്കിലും ആ പാമ്പിനെ തിരിച്ചറിയോ? ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷൻ കൂടും. എനിക്കൊന്നും അറിയില്ല, പക്ഷെ എന്തായാലും ഇപ്പൊ നമുക്ക് അവിടേക്ക് പോയേ പറ്റൂ. എന്ത് വില കൊടുത്തും നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ ടീംമേറ്റ് മീറ്റ്സുക അവനെ തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവർ ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്താ ഇവിടെ യാമുട്ടോ സെൻസായി ഇപ്പൊ ഒറോച്ചിമാറുവിനോട് പറയും, നിന്റെ മകൻ മീറ്റ്സുക അവൻ ലീഫ് വില്ലേജിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഗേറ്റ് കീപ്പേഴ്സ് ആയിരുന്ന രണ്ട് ഷിനോബികളെ തല്ലി ചതച്ചാണ് അവൻ അവിടുന്ന് കടന്നു പോയത്. ഒറോച്ചിമാറു ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഉടനെ മീറ്റ്സുക ചോദിക്കും, നിനക്കിതില്? ഉടനെ യാമുട്ടോ സെൻസായി ചോദിക്കും, സത്യം പറയ്, നിനക്കിതില് എന്തെങ്കിലും കൈയുണ്ടോ? നിന്റെ അറിവോട് കൂടെയാണോ ഇത് നടന്നത്? അതിന് ഒറോച്ചിമാറു ടെൻഷനാവും. ഒരിക്കലുമല്ല, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പണ്ട് ഞാൻ ലീഫ് വില്ലേജിനെതിരായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ എന്റെ റിസർച്ചും ലാബും ഒക്കെ ആയിട്ട് ഒതുങ്ങി ജീവിക്കുകയാണ്. നിങ്ങളതൊക്കെ കാണുന്നതല്ലേ? യാമുട്ടോ സെൻസായി ആകെ ദേഷ്യപ്പെട്ട് പറയും, എന്തെങ്കിലും ഇൻഫർമേഷൻ നിനക്ക് അവനെക്കുറിച്ച് കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്നെ അറിയിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫുൾ കലിപ്പില് അവിടുന്ന് അങ്ങനെ കടന്നു പോവും. കട്ട് ചെയ്താ ലീഫ് വില്ലേജിലാണെങ്കിൽ ഒഫീഷ്യൽസ് എല്ലാം ചേർന്ന് ഇപ്പൊ ഒരു മീറ്റിംഗ് നടത്തുകയാണ്. ആ സീനിയർ അഡ്വൈസർ പറയും, മറ്റൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു. നീ ഒറോച്ചിമാറുവിന്റെ മകനെ ഗ്രാമത്തിലേക്ക് കയറ്റുന്നതിന് മുൻപായി മറ്റുള്ളവരോട് കൂടെ ഡിസ്കസ് ചെയ്യണമായിരുന്നു. മാത്രമല്ല, അവൻ മുഴുവനായിട്ടും ഒരു നോർമൽ ഹ്യൂമൻ അല്ല, അവൻ ഒരു എക്സ്പെരിമെന്റൽ ചൈൽഡാണ്. സോ നീ ഏറ്റെടുത്ത ദൗത്യത്തിന്റെ റിസ്ക് അതെന്താണെന്ന് നീ ബോധ്യപ്പെട്ടില്ല. ഉടനെ ഷിക്കമരു ആണെങ്കിൽ നാറൂട്ടോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പക്ഷെ അവരാരും അത് മൈൻഡ് പോലും ചെയ്യില്ല. അപ്പോഴായിരിക്കും കാക്കാഷി പറയാ, നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള സമയത്ത് അവനെ കുറ്റപ്പെടുത്താൻ പാടില്ല. നാറൂട്ടോ ഇപ്പൊ ഗ്രാമത്തിന്റെ ഹൊക്കാഗെയാണ്. സോ അവനെടുക്കുന്ന തീരുമാനങ്ങൾ അതൊരിക്കലും ഗ്രാമത്തെ നശിപ്പിക്കാനോ തകർക്കാനോ അല്ല. സോ ഒരു കാരണവശാലും ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ നമുക്കെങ്ങനെ ഒരുമിച്ച് നിന്ന് അവനെ സഹായിക്കാം, അത് മാത്രമായിരിക്കണം നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അത് കേൾക്കുമ്പോൾ ഇപ്പൊ നറൂട്ടോയ്ക്കും കുറച്ച് ആശ്വാസമാവും. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും മെയ്റ്റ്സുകയെ തള്ളിപ്പറയാൻ തോന്നുന്നില്ല. അവൻ ശരിക്കും ഇന്നസെന്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ ഇത്രയും നാളും ബൊറൂട്ടോയോടും സാറയോടും കൂടെ നല്ല രീതിയിലാണ് ഇവിടെ മുൻപോട്ട് പോയത്. സോ എത്രയും പെട്ടെന്ന് ആദ്യം നമുക്ക് മെയ്റ്റ്സുകയെ അവനെ കണ്ടുപിടിക്കണം. അങ്ങനെ അവരെല്ലാവരും കാര്യമായിട്ട് ഡിസ്കഷൻ മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും വോർഡൻ അവനിപ്പോ അവിടേക്ക് ഓടി വരിക. മോഗി പറയും, ഇതുവരെ ബൊറൂട്ടോയും സാറയുടെയും അവർ രണ്ടുപേരും തിരികെ എത്തിയിട്ടില്ല. അത് കേട്ട് നറൂട്ടോ ഷോക്കാവും. അവനത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അവര് മെയ്റ്റ്സുകയെ അന്വേഷിച്ച് എവിടേക്കോ പോയെന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൊനഹമാരു അവനാണെങ്കിൽ ബൊറൂട്ടോയുടെയും സാറയുടെയും റൂമിലേക്ക് വരും. അവിടെ മുഴുവൻ അന്വേഷിച്ചിട്ടും അവരെ കാണാനുണ്ടാവില്ല. അതിനുശേഷം ഡയറക്റ്റായി അവൻ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. ഞാനും മോഗിയുടെ കൂടെ സാറയുടെയും ബൊറൂട്ടോയെയും മെയ്റ്റ്സുകയെ അന്വേഷിച്ച് പോവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവരെ തിരികെ പിടിക്കണം. അവരെന്റെ ടീമിലെ മെമ്പേഴ്സാണ്. സോ ഒരു കാരണവശാലും എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഹൊക്കാഗ, എനിക്ക് നിങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. മെയ്റ്റ്സുക ഒറോച്ചിമാറുവിന്റെ മകനാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അത് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അതേ ഒറോച്ചിമാറു ആണ് എന്റെ ഗ്രാൻഡ് പായെ കൊന്നുകളഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ലായിരുന്നോ? നറൂട്ടോ പറയും, ദയവ് ചെയ്ത് നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഒറോച്ചിമാറു ചെയ്ത തെറ്റിന് മെയ്റ്റ്സുക അവൻ ഉത്തരവാദിയല്ല. ആക്ച്വലി നിനക്കും മെയ്റ്റ്സുക ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ അവരെ അന്വേഷിച്ചു പോവാൻ നീ ഇപ്പൊ തയ്യാറാവുന്നത്. പക്ഷേ എന്നോട് നീ ക്ഷമിച്ചേ പറ്റൂ. ഈ ഒരു കാര്യത്തിന് എനിക്ക് നിന്നെ അയക്കാനായിട്ട് കഴിയില്ല. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോട് റിക്വസ്റ്റ് ചെയ്യും. പക്ഷെ അവൻ തീർത്തു പറയും പറ്റില്ല എന്ന്. കട്ട് ചെയ്ത ഷിക്കടയും ടീമും അവരാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയും സാറയുടെ അന്വേഷിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അല്പസമയം കഴിയുമ്പോഴേക്കും അവരുടെ മാസ്റ്റർ മോഗി അവളും അവരോട് ജോയിൻ ചെയ്യും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ സാറയുടെയും ബൊറൂട്ടോയും അവരിപ്പോ കാര്യമായിട്ട് പ്ലാനൊക്കെ ചെയ്യും. സാറയുടെ ആണെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ചിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ മെയ്റ്റ്സുകയെ പോലെ ആയിത്തീരും. അതിനുശേഷം ആ ഒരു ലാബിന് മുൻപിലേക്ക് വന്ന് യാമുട്ടോ സെൻസായിയെയും അവിടെയുള്ള ഷിനോബികളെയും അവരുടെ ശ്രദ്ധ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഗ്യാപ്പിൽ നമ്മുടെ ബൊറൂട്ടോ അവൻ ആ ലാബിൽ കയറി പറ്റും. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ മുൻപിൽ കണ്ട ഒരു റൂം അത് തുറന്ന് അകത്തേക്ക് വരും. അപ്പോൾ ഒരു ലാബ് കാണും. അതിലൊരു ട്യൂബിലായിട്ട് മെയ്റ്റ്സുകയെ പോലെ തന്നെ
ഏതോ ഒരാള്. ബൊറൂട്ടോ അതുകൊണ്ട് പേടിച്ച് ഇപ്പൊ പുറകിലേക്ക് നടക്കും. അപ്പൊ എന്തോ തട്ടി അവൻ താഴേക്ക് വീഴും. അപ്പൊ വീഴാണ് അവന്റെ മുൻപിലേക്ക് ഒരു വലിയ വാള്. ബൊറൂട്ടോ തല ഉയർത്തി അതാരാണെന്ന് നോക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സുഗട്സു. ഉടനെ അടുത്ത നിമിഷം തന്നെ ഡോറും തുറന്ന് അവിടേക്ക് ഒറോച്ചിമാർ വരും. ഒറോച്ചിമാർ ചോദിക്കും, നീ നറൂട്ടോയുടെ മകൻ ബൊറൂട്ടോ അല്ലേ? ഞാൻ നിന്റെ പപ്പയുടെ ഫ്രണ്ട് ഒറോച്ചിമാറു ആണ്. അതിന് ബൊറൂട്ടോ അവൻ ഫുൾ കലിപ്പില് ഒറോച്ചിമാറുവിനോട് ചോദിക്കും, നീയാണോ ഒറോച്ചിമാറു? എന്റെ മീച്ചിക അവൻ എവിടെ? അവനെ നീ ഈ ട്രേക്കകത്ത് അടച്ചു വെച്ചിരിക്കുകയാണോ? ഇതൊക്കെ ആരാ? അതിന് ഒറോച്ചിമാറു പറയും, ഇത് മുഴുവൻ മീച്ചികമാർ തന്നെയാണ്. നിന്റെ ഫ്രണ്ട് മീച്ചിക അവനും എന്റെ മകൻ തന്നെയാണ്. പക്ഷെ അവനെ കാണാനില്ല എന്നാണ് ഞാനിപ്പോ അടുത്തറിഞ്ഞത്. പക്ഷെ എനിക്കതില് യാതൊരു കുഴപ്പമില്ല. അവൻ എന്ത് സംഭവിച്ചാലും എനിക്കതില് യാതൊരു പ്രശ്നവും ഇല്ല. അവന്റെ ബോഡിയിൽ ഒരു സെൽഫ് ഡിസ്ട്രക്ഷൻ മോഡുണ്ട്. അതുപയോഗിച്ച് വേണമെങ്കിൽ അവന് സ്വയം ഇല്ലാതാവാൻ കഴിയും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് അത്ഭുതമാവും. മൈ ഗോഡ്, അവൻ നിന്റെ മകനല്ലേ? അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിനക്കതിൽ വിഷമം തോന്നില്ലേന്ന് ചോദിച്ച് അവൻ നിലവിളിക്കും. കട്ട് ചെയ്താ ഇവിടെ സാറട. അവളാണെങ്കിൽ വീണ്ടും യാമുട്ടോ സെൻസായിനെയും ബാക്കിയുള്ള ഷിനോബികളെ എല്ലാം തന്നെ ദശ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ എന്താ, യാമുട്ടോ സെൻസായി ആളാണെങ്കിൽ ഇപ്പോൾ റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അവൾ അവരുടെ കെണിയിൽ പെട്ടില്ല എന്നൊരു സമയത്തായിരിക്കും സാക്ഷാൽ കരീൻ അവളിപ്പോ സാറുടെ അടുത്തേക്ക് ചാടി വരും. അവൾ സാറുടെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല സാറടാ. എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ നീ ആരാണെന്ന് മനസ്സിലായി. നിനക്ക് വേണ്ടി ബൊറൂട്ടോ വെയിറ്റ് ചെയ്യാണ്. നീ എത്രയും പെട്ടെന്ന് ലാബിലേക്ക് പോകാൻ പറയും. നിന്റെ ഈ ഒരു സ്പെക്സ് അത് ഞാനാണ് നിനക്ക് ഗിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അവളിപ്പോ ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് എയ്റ്റ്സിക്കായി മാറും. സാറുടെ ആണെങ്കിൽ ഇപ്പൊ ഹാപ്പിയായി ലാബിലേക്കും പോകും. അതേസമയം ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ ഒരു പാമ്പിനെ അതിനെ ഇപ്പോ ഒറോച്ചിമാറിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിച്ചു പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയോ? ഞാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും എനിക്കൊരു ക്ലൂ പോലും ഇതിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഉറപ്പായാലും നിങ്ങൾക്കതിന് കഴിയുമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ ഒറോച്ചിമാറുവിനെ ബൂസ്റ്റ് ചെയ്യും. അതിന് ഒറോച്ചിമാറു പറയും, എന്നെ കൊണ്ട് കഴിയും പോലെ ഞാനതിന് ശ്രമിക്കാം. നീ പുറത്ത് വെയിറ്റ് ചെയ്യ്, നിന്റെ ഫ്രണ്ട് നിനക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ പുറത്തേക്ക് വരും. അപ്പൊ സാറുടെ ആണെങ്കിൽ ഓൾറെഡി ബൊറൂട്ടോയെ കാത്ത് അവിടെ നിൽക്കുന്നതായിട്ട് കാണും. ബൊറൂട്ടോ അവളെയും കൂട്ടി ആ ലാബിലേക്ക് പോവാണ്. സാറുടെ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഫ്രീസ് ആവും. അവൾ ആദ്യമായിട്ടാണ് ഈ മീറ്റ്സിക്ക് റിസർച്ച് അത് കാണുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒറോച്ചിമാറു അവൻ ആ പാമ്പിനെ വെച്ച് കണ്ടെത്താൻ കഴിയുന്ന അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒറോച്ചിമാറു സ്ട്രെയിറ്റ് ആയിട്ട് എൽഡർ മീറ്റ്സിക്കിന്റെ അടുത്തേക്ക് വരും. എൽഡർ മീറ്റ്സിക്ക് ആണെങ്കിൽ ഒറോച്ചിമാറുവിനെ കാണുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും. അവൻ പറയും, മീറ്റ്സിക അവനിപ്പോ അവന്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞു. ഒറോച്ചിമാറു വണ്ടർ അടിച്ച് ഇപ്പൊ അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ കേട്ട് നിൽക്കും. കട്ട് ചെയ്താ ഇവിടെ കരീൻ അവളിപ്പോ യാമുട്ടോ സെൻസയുടെ മുൻപിൽ പെട്ട് നിൽക്കാണ്. ഉടനെ അവൾ റിയൽ രൂപത്തിലേക്ക് വന്ന് ഒരു സ്മോക്ക് ബോംബ് ഇട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് പോവും. ഇവിടെ ഒറോച്ചിമാറു അവൻ ബറൂട്ടോയോടും സാറുടെയോടും പറയും, ഐ എം സോറി, എനിക്ക് മീറ്റ്സിയെ കുറിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബൊറൂട്ടോ ടെൻഷനായിട്ട്, നിനക്ക് കുറച്ചെങ്കിലും നിന്റെ മകനോട് സ്നേഹമുണ്ടോ? അവനെ തിരികെ പിടിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ഗ്രാമത്തിലുള്ള ഓരോരുത്തരും അവന്റെ ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ് അവനെ കുറ്റപ്പെടുത്തുകയാണ്. പക്ഷെ മീറ്റ്സിയെ അവനെ എനിക്കറിയാം, ഞങ്ങൾക്കറിയാം. ഉറപ്പായിട്ടും അവൻ തെറ്റൊന്നും ചെയ്യില്ല. അത് തെളിയിക്കണമെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ഒറോച്ചിമാറു ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. മീറ്റ്സിക്ക് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്കെങ്ങനെ അറിയാം? ആക്ച്വലി ഒരു ടെസ്റ്റ് ട്യൂബ് ബേബിയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ക്യാരക്ടറിനെ കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ലീഫ് വില്ലേജിലേക്ക് പോകണം എന്ന് പറഞ്ഞതും ആഗ്രഹിച്ചതും പോയതും മീറ്റ്സികയുടെ ഒറ്റയ്ക്കുള്ള തീരുമാനമായിരുന്നു. ഇപ്പൊ അവന് ലീഫ് വില്ലേജ് വിട്ട് പോകണമെന്ന് തോന്നിയതും അവന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനം തന്നെയാണ്. ഇതിലെനിക്ക് പ്രത്യേകിച്ച് യാതൊരു പങ്കോ കയ്യോ ഒന്നുമില്ല. അത് കേട്ട് ബൊറൂട്ടോ അവൻ തല താഴ്ത്തി ഡിസപ്പോയിന്റഡ് ആയി പുറത്തേക്ക് വരും. സാറുടെ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. പറയും പോലെ എനിക്കും മീറ്റ്സികയിൽ ഇപ്പൊ വിശ്വാസം തോന്നുന്നു. അവനൊരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. ഇതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും മീറ്റ്സികയെ കണ്ടുപിടിച്ചേ മതിയാവൂ. കട്ട് ചെയ്താ റിയൽ മീറ്റ്സിക അവനിപ്പോ ഒരു ടീമിന്റെ കൂടെ നിൽക്കുകയാണ്. അവര് വിളിച്ചതും അവനാണെങ്കിൽ അവരുടെ കൂടെ കടന്നു പോവും. ഇവിടെ ബൊറൂട്ടോയും സാറുടെയും അവർ രണ്ടുപേരും വീണ്ടും ഒറോച്ചിമാറിന്റെ അടുത്തേക്ക് വരാണ്. നിങ്ങൾക്കൊരു പക്ഷെ അവന് ആവശ്യമില്ലായിരിക്കാം, പക്ഷെ മീറ്റ്സികയെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഉറപ്പായിട്ടും അവൻ ഞങ്ങൾ കണ്ടെത്തും. ഉടനെ ഒറോച്ചിമാറു അവൻ ആ സ്നേക്കിനെ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ നീട്ടും. നിങ്ങൾക്ക് ഈ സ്നേക്കിനെ കഴിഞ്ഞ് ഉപരിയായി അവനെ കണ്ടെത്താനുള്ള മറ്റൊരു സഹായം ഞാൻ ചെയ്യാം. ഈ പാമ്പ് പറയുന്ന കാര്യങ്ങൾ അതെങ്ങനെയെങ്കിലും ഡീകോഡ് ചെയ്യണം. അതെന്നെ കൊണ്ട് കഴിയില്ല,
വൈറ്റ് സ്നേക്ക് സേജ് എന്ന് പറയുന്ന ഒരാളെ ചെന്ന് കാണണം. ആളെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാമ്പ് പറയുന്ന കാര്യങ്ങൾ ഡീകോഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ധരിപ്പിച്ച് അവരെ യാത്രയച്ച ഒറോച്ചിമാറു ആ ലാബിലേക്ക് വരും. അപ്പൊ യാമുട്ടോ സെൻസായും ഷിനോബിയും ഒറോച്ചിമാറുവിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, ബൊറൂട്ടോയെയും സാറയുടെയും നീ കണ്ടോ? അതിനാവും പറയും, ഇല്ല, എനിക്ക് അവരെവിടെയാണെന്ന് പോലും അറിയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോയും സാറയുടെയും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ഷിക്കടയും ടീമും അവരങ്ങനെ ഹായ് ആയിട്ട് ബൊറൂട്ടോയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.